ഹലോ എവരി വൺ, വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൻ്റെ ബാക്കിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാത്തമാറ്റിക്സ് കാറ്റഗറി 2 PYQ അനാലിസിസ് 2022 പാർട്ട് 2. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 45ാമത്തെ ക്വസ്റ്റ്യൻ വരെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇത് 46ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു സമചതുരത്തിന്റെ പരപ്പളവ് 196 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. ആ സമചതുരത്തിന്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരച്ചാൽ കിട്ടുന്ന രൂപത്തിന്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെന്റിമീറ്റർ ആണ്? ഓക്കെ, ആണ് ക്വസ്റ്റ്യൻ. അതായത് ഒരു സമചതുരം വരയ്ക്കുക. നമ്മൾ സമചതുരം വരച്ചു നോക്കാം. അതിന്റെ പരപ്പളവ് നമുക്ക് തന്നിട്ടുണ്ട്. ശേഷം അതിന്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുക. അതും എന്ത് തന്നെയാണ്? ഒരു സമചതുരം തന്നെയാണ്. ഓക്കെ, അതൊരു തിയറിയാണ്. ഒരു സമചതുരത്തിന്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരച്ചാൽ കിട്ടുന്ന രൂപം എന്തായിരിക്കും? ഒരു സമചതുരമായിരിക്കും. എങ്കിൽ അതിന്റെ പരപ്പളവ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ പരപ്പളവ് കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ പരപ്പളവിന്റെ പകുതിയായിരിക്കും. 196ന്റെ പകുതിയാണ് ഇതിന്റെ പരപ്പളവ് വരിക. സോ 196ന്റെ പകുതി എത്രയാണ് വരുന്നത്? 98. സോ ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. ഓക്കെ, വേണമെങ്കിൽ അങ്ങനെ നോക്കാം. 196 ആണെങ്കിൽ ഒരു വശത്തിന്റെ നീളം എത്രയായിരിക്കും? 14 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ വശത്തായിരിക്കും പകുതി ആയതുകൊണ്ട് ഇത് 7 ആയിരിക്കും, ഇത് 7 ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? ദിസ് ഈസ് 7√2. 7√2. കാരണം ഈ രണ്ട് വശവും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് 45 ഡിഗ്രിയാണ്, ഇത് 45 ഡിഗ്രിയാണ് വരിക. സോ ഇത് 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ 1:, അംശബന്ധം എത്ര വരുന്നത്? 1:1√2. സോ ഇത് 7 ആണ്, ഇത് 7 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 7√2. അങ്ങനെയാണെങ്കിൽ ആ സമചതുരത്തിന്റെ പരപ്പളവ് എത്രയായിരിക്കും വരിക? 7√2 × 7√2 ഈക്വൽ 49 × 2 വരും സമം 98. അങ്ങനെയും കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി അല്ലെങ്കിൽ ഒരു സമചതുരത്തിന്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ ഉപയോഗിച്ച് വരയ്ക്കുന്ന മറ്റൊരു സമചതുരം ഉണ്ടായിരിക്കും ഉള്ളില്. അതിന്റെ പരപ്പളവ് എന്നുള്ളത് വലിയ സമചതുരത്തിന്റെ പകുതിയാണ്. ആ തത്വം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. സോ ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. ഓക്കെ, അടുത്തത്, ഒരു ചതുരത്തിന്റെ നീളം 50% കൂട്ടി ചതുരത്തിന്റെ പരപ്പളവ് മാറാതിരിക്കണമെങ്കിൽ വീതി എത്ര ശതമാനം കുറയ്ക്കണം? വീതി എത്ര ശതമാനം കുറയ്ക്കണം? അപ്പോൾ ഇത് വളരെ രസകരമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇത് നമുക്ക് ആൾജിബ്രായിക്കലി എക്സ് വെച്ചിട്ടൊക്കെ ചെയ്യാം, പക്ഷെ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു ചതുരത്തിനെ എന്നല്ല പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്യാ, ഒരു ഫോർ എക്സാമ്പിൾ ഒരു 2 സെൻറ്റിമീറ്റർ നീളമുള്ളൊരു ചതുരം എടുത്തു. വീതി എത്രയാണ്? 1 സെൻറ്റിമീറ്റർ ആക്കിയിട്ട് എടുത്തു. ഓക്കെ, വീതി 1 നീളം 2. ഓക്കെ, അപ്പോൾ അതിൻ്റെ പരപ്പളവ് എത്രയാണ്? 2 തന്നെ കിട്ടും. പരപ്പളവ് എത്രയാണ്? 2 തന്നെ കിട്ടും. അപ്പോൾ 2നോട് കൂടിയിട്ട്, അതായത് ചതുരത്തിൻ്റെ നീളം 50% കൂട്ടി, അതായത് 2നോട് കൂടിയിട്ട് അതിൻ്റെ 50% കൂട്ടി. ഓക്കെ, 2നോട് കൂടിയിട്ട് അതിൻ്റെ 50% കൂട്ടി. അപ്പോൾ എത്ര കിട്ടുക? 2ൻ്റെ 50% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. അപ്പോൾ 2 + 1 കൂട്ടി 3. അപ്പോൾ ഇപ്പം നീളം എത്രയാണ്? നീളം സമം 3 സെൻറ്റിമീറ്റർ ആണ്. ഇപ്പോഴത്തെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. നീളം എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. ഇനി നീളം 3 സെൻറ്റിമീറ്റർ ആയിട്ട് വരച്ചു. അങ്ങനെയാണെങ്കിൽ പരപ്പളവ് മാറാതിരിക്കണമെങ്കിൽ വീതി കുറയണം അല്ലേ? വീതി കുറഞ്ഞു. ഓക്കെ, വീതി കുറഞ്ഞു. അപ്പോൾ 3 പരപ്പളവ് എത്ര തന്നെയാണ്? 2 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ വീതി എത്ര ആയിരിക്കും? വീതി സമം 2/3 ആയിരിക്കും അല്ലേ? കാരണം എന്ത് കിട്ടണം? 3 ഗുണിക്കണം വീതി ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടണം? 2 കിട്ടണം. സോ വീതി സമം എത്രയാണ് വരിക? 2/3 ആയിരിക്കണം. എങ്കിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ചതുരത്തിന്റെ പരപ്പളവ് മാറാതിരിക്കണമെങ്കിൽ വീതി എത്ര ശതമാനം കുറയ്ക്കണം? എത്ര ശതമാനം കുറയ്ക്കണം എന്നാണ് പറഞ്ഞത്. അതായത് 1 ഉള്ളത് എത്രയായിട്ട് കുറയ്ക്കണം? 2/3 ആയിട്ട് കുറയ്ക്കണം. അപ്പോൾ വീതി എത്ര ശതമാനം കുറയ്ക്കണം എന്നാണ് പറഞ്ഞത്? 1 - 2/3 ശതമാനമാണ് ചോദിച്ചിട്ടുള്ളത്. 1 - 2/3 എത്രയാണ് ആദ്യം ഉണ്ടായിരുന്നത്? 1 × 100 സമം 1 - 2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3 × 100 എത്ര വരിക? 1/3 × 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33 1/3 ശതമാനം. 33 1/3 ഇപ്പോൾ എത്ര ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ഓക്കെ, ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. അടുത്ത എടുക്കാം. 100 സ്ക്വയർ - 99 സ്ക്വയർ + 98 സ്ക്വയർ - 97 സ്ക്വയർ + 96 സ്ക്വയർ - 95 സ്ക്വയർ എക്സെട്ര 2 സ്ക്വയർ - 1 സ്ക്വയർ എന്താണെന്നുള്ളതാണ് ചോദ്യം.
ചോദ്യം കണ്ടിട്ട് ഞെട്ടണ്ട. ഒരു തത്വം അറിയാമെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചെയ്യാം. a² - b² സമം a+b ഇൻറ്റു a-b. ഇത് അറിയാമെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, നോക്കുക നിങ്ങൾ. 100² - 99² സമം 100 + 99 ഇൻറ്റു 100 - 99 സമം ഇത് എത്രയാണ് വരിക? 1 ആണ് അല്ലേ. സോ 100 + 99. അപ്പോൾ 100² - 99² പകരം എനിക്ക് എന്ത് എഴുതിയാൽ മതി? 100 + 99 എന്ന് എഴുതിയാൽ മതി. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? 98² - 97² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 98 + 97 ഇൻറ്റു 98 - 97 എന്ന് എഴുതാം. ഓക്കെ, സോ ഇതൊന്നാണ്. സോ ഇതിന് പകരം എന്ത് എഴുതിയാൽ മതി? 98 + 97 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 100² - 99² പകരം എനിക്ക് എന്ത് എഴുതിയാൽ മതി? 100 + 99 എന്ന് എഴുതിയാൽ മതി. പ്ലസ് അടുത്തെടുക്കുക. 98² - 97² പകരം എന്ത് എഴുതിയാൽ മതി? 98 + 97 എന്ന് എഴുതിയാൽ മതി. പ്ലസ് അങ്ങനെ ഏതുവരെ വരും? 2² - 1² എന്ന് പകരം എന്ത് എഴുതിയാൽ മതി? 2 + 1 എന്ന് എഴുതിയാൽ മതി. ഇപ്പം എന്തായി? 1 മുതൽ തുടർച്ചയായി 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക. 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ്? n × n+1/2. ഇവിടെ n-ന്റെ പകരം എന്താ ഉള്ളത്? n സമം 100 ആണുള്ളത്. എത്രയാണ്? 100 × 100 + 1/2 വരും. അതായത് 100 × 101/2. അതായത് 100 × 101 എത്ര വരുന്നത്? 10100/2 എത്ര വരും? 5050 ആൻസർ വരും. ഓക്കെ, 5050. ഓക്കെ, സോ ആൻസർ ഡി ഈസ് ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. a² - b² = a+b ഇൻറ്റു a-b. അത് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അത് മാത്രമല്ല ഇതും അറിഞ്ഞിരിക്കണം. n × n+1/2. 1 മുതൽ തുടർച്ചയായ n എണ്ണൽ സംഖ്യകളുടെ തുക എന്നുള്ളത് n × n+1/2 ആണ്. ചിത്രത്തിൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെന്റിമീറ്റർ ആണ്? എത്ര ചതുരശ്ര സെന്റിമീറ്റർ ആണ്? ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ത്രികോണമുണ്ട് അല്ലേ? ഒരു ത്രികോണമുണ്ട്. ഈ ത്രികോണത്തിന്റെ പരപ്പളവ് എന്നുള്ളത് ടോട്ടൽ ചതുരത്തിന്റെ പരപ്പളവിന്റെ പകുതിയാണ്. ഓക്കെ, അപ്പൊ ചതുരത്തിന്റെ പരപ്പളവ് നോക്കിയാൽ മതി. ചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ് നോക്കുക? ചതുരത്തിന്റെ പരപ്പളവ് സമം എത്രയാണ്? 9 × 6 സമം 54. അങ്ങനെയാണെങ്കിൽ അതിന്റെ പകുതിയാണ് ഈ ത്രികോണത്തിന്റെ പരപ്പളവ് 27. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതിന്റെ പരപ്പളവ് എത്രയായിരിക്കും? ഇതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 27 ആയിരിക്കും. കാരണം 27 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? 54 കിട്ടണം. ഓക്കെ, സോ ബാക്കിയുള്ള എത്ര ആയിരിക്കും? 27. സോ ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ്. ഗണിത ക്ലാസ്സിൽ പഠനോപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം ആശയങ്ങളുടെ അമൂർത്തത കുറയ്ക്കുന്നതിന്, ഗണിതശാസ്ത്രത്തിന്റെ വളർച്ചയും സ്വഭാവവും മനസ്സിലാക്കാൻ, കുട്ടിയുടെ പഠന പ്രശ്നങ്ങൾ കണ്ടെത്താൻ, അതുപോലെ തന്നെ പാഠഭാഗങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന്. ഏറ്റവും കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ആശയങ്ങളുടെ അമൂർത്തത കുറയ്ക്കുന്നതിന്. അതായത് ആശയങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സാധാരണ ഗണിത ക്ലാസ്സിൽ പഠനോപകരണങ്ങൾ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, ആശയങ്ങളുടെ അമൂർത്തത കുറയ്ക്കുന്നതിന്. ഒരു ക്ലോക്കിൽ സമയം 5:30 ആകുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും നിർണ്ണയിക്കുന്ന കോണളവ് എത്ര ഡിഗ്രിയാണ്? വളരെ രസകരമായിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും നിർണ്ണയിക്കുന്ന കോണളവ് എത്ര ഡിഗ്രിയാണ്? ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു മിനിറ്റ് സൂചി എത്ര മിനിറ്റാണ് ഉള്ളത്? 60 മിനിറ്റാണ് ഒരു മണിക്കൂർ ആവാനുള്ളത്. അപ്പോൾ ഒരു മിനിറ്റ് സൂചി ഒന്നുകൊണ്ട് മാറുമ്പോൾ എത്ര ഡിഗ്രി തിരിയും? 6 ഡിഗ്രി തിരിയും. ഓക്കെ, 6 ഡിഗ്രി തിരിയും. അതേപോലെ തന്നെ മണിക്കൂർ സൂചി ഒന്നും ഇങ്ങോട്ട് മാറാൻ, ഒരു ഡിഗ്രിയിലേക്ക് മാറാൻ വേണ്ടിയിട്ട് എത്ര എത്തും? 0.5 ഡിഗ്രി തിരിയും. ഓക്കെ, 0.5 ഡിഗ്രി തിരിയും. വളരെ സിമ്പിളാണ്. ആദ്യം എന്ത് ചെയ്യുക? 5:30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക, 5ന്റെ അവിടേക്കും എന്തുണ്ടാവും? ഒന്ന് 6ന്റെ അവിടേക്കുള്ളത് നോക്കുക. ഓക്കെ, മിനിറ്റ് സൂചി എവിടെ ആയിരിക്കും? 6ന്റെ അവിടെ ആയിരിക്കും ഉണ്ടാവുക. മണിക്കൂർ സൂചി കറക്റ്റ് 5 ആയില്ല, 5ൽ നിന്ന് കുറച്ച് കിട്ടും മാറി ഉണ്ടാവും. അതുകൊണ്ടാണ് ആ ഡിഗ്രി എത്രയെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം 6 - 5 ചെയ്യുക. 6 - 5 ചെയ്യുക. എത്ര കിട്ടുക? 1. അതിനോട് കൂടിയിട്ട് 30 മൾട്ടിപ്ലൈ ചെയ്യുക. 30 ഡിഗ്രി. ഓക്കെ, 30 മൾട്ടിപ്ലൈ ചെയ്യുക. 30 ഡിഗ്രി
എത്രയാണ് വരുന്നത്? 30 ഡിഗ്രി. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ചെറിയ കുറവാണ് ഉണ്ടാവുന്നത് അല്ലേ? ചെറിയൊരു കുറവാണ് ഉണ്ടാവുന്നത്. കറക്റ്റ് 5നും 6ലും ആവുമോ? അല്ല. അപ്പോൾ കോണ് കുറച്ചുകൂടി കുറയും, കുറച്ചുകൂടി ഇത് ഇങ്ങോട്ട് വരും. അപ്പോൾ കോണ് കുറച്ചുകൂടെ കുറയും. അപ്പോൾ കുറയുന്നത് മനസ്സിലാക്കിയിട്ട് 30 ഡിഗ്രി മൈനസ്, ഓക്കെ, മൈനസ്, പിന്നെ ഇവിടെ എത്രയാണ് നോക്കുക, ഈ 30ന്റെ പകുതി എടുക്കുക. ഇവിടെ ഒരു 30 ഉണ്ടല്ലേ, 5 30 എന്നാണ് പറയുള്ളത്. ആ 30ന്റെ പകുതി എടുക്കുക. 15 ഡിഗ്രി സമം 15 ഡിഗ്രി ആൻസർ കിട്ടും. ഓക്കെ, 15 ഡിഗ്രി ആൻസർ കിട്ടും. അപ്പോൾ 7:40 ആകുമ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക? 7:40. 7:40 എന്ന് പറയുമ്പോൾ ഒന്ന് 7ന്റെ അവിടെ ആയിരിക്കും ഉണ്ടാവുക, അതേപോലെ തന്നെ മറ്റേത് 8ന്റെ അവിടെ ആയിരിക്കും ഉണ്ടാവുക അല്ലേ? മറ്റേത് 8ന്റെ അവിടെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 8 - 7 ചെയ്യുക. അപ്പോൾ 1 കിട്ടും. 1 × 30 ചെയ്യുക. ഓക്കെ, 1 × 30 ചെയ്യുക. 30 ചെയ്യുമ്പോൾ 30 ഡിഗ്രി തന്നെ കിട്ടും. ഇനി 7ന്ന് കുറച്ചങ്ങോട്ട് മേലേക്ക് കയറിയിട്ടുണ്ടാവും അല്ലേ? കുറച്ചങ്ങോട്ട് മേലേക്ക് കയറിയിട്ടുണ്ടാവും. അപ്പോൾ കോണ് കുറച്ച് കുറയാനാണ് ചാൻസ്. അപ്പോൾ കുറയുന്നത് മനസ്സിലാക്കാൻ 30 ഡിഗ്രി മൈനസ് ഈ 7:40, 40ന്റെ പകുതി എടുക്കുക. എത്രയാണ്? 20. 30 എത്ര ചെയ്യുക? 20 മൈനസ് ചെയ്യുക. എത്ര കിട്ടും? 10 ഡിഗ്രി. അപ്പോൾ കോൺ എത്ര ഉണ്ടാവുക? 10 ഡിഗ്രി. ഓക്കെ, സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വേറെ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ഓക്കെ, ഇത് വേറെ ക്വസ്റ്റ്യൻ ആണ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേറൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ ആൻസർ ആദ്യം എന്ത് ചെയ്യുക? 6ന്ന് 5 കുറയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ 30 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 30 ഡിഗ്രി. കാരണം ഇവിടെ ഒരു മിനിറ്റ് കവർ ചെയ്യാൻ എത്ര ഡിഗ്രി എടുക്കും? എത്ര ഡിഗ്രിയാണ്? 6 ഡിഗ്രിയാണ്. അപ്പോൾ 5 മിനിറ്റ് എടുക്കാൻ എത്ര എടുക്കും? 30 ഡിഗ്രി. അപ്പോൾ 6ന്റെ 5ന്റെ ഇടയിൽ എത്ര മിനിറ്റാ? 5 മിനിറ്റ്. അത് കണക്കാക്കിയിട്ടാണ് ഈ 30 ഡിഗ്രി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ ഓപ്ഷൻ 15 ഈസ് കറക്റ്റ്. അടുത്തത് 122 ഡിവൈഡഡ് ബൈ 0.122 ഈക്വൽ ടു 12.2 ഡിവൈഡഡ് ബൈ എക്സ് ആയാൽ എക്സിൻ്റെ വില എത്ര? ഇവിടെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം. എക്സ് is equal to, എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എക്സ് is equal to എങ്ങനെ പറയാം നമുക്ക്? 12.2 ഡിവൈഡഡ് ബൈ 122 ഇൻറ്റു 0.122 എന്ന് പറയാം. ഓക്കെ, 0.122 എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ദശാംശങ്ങളൊക്കെ ഒന്നുകൊണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു 10 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ ഒരു 10 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 122 ഡിവൈഡഡ് ബൈ 1220 കിട്ടും. ഇൻറ്റു ഇവിടെ ഒരു 1000 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മേലെ 1000 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം എന്നിട്ട് 122 ഡിവൈഡഡ് ബൈ താഴെ ഒരു 1000 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 1000. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ദിസ് ഇസ് ഈക്വൽ ടു 122, ഇവിടെ 122 ഉണ്ട്, ക്യാൻസൽ ചെയ്തു. പിന്നെന്താ ഉള്ളത്? 122 ബൈ ഇവിടെ ഒരു 10, ഒരു 0 ബാക്കിയുണ്ട് അല്ലേ? ഇൻറ്റു 1000. എത്ര വരിക? 10000 വരും. അപ്പോൾ എത്ര കിട്ടും? 0. ഇവിടെ 3 ഒക്കെ ഉള്ളൂ, ഇവിടെ 4 0 ഉണ്ട്. അപ്പോൾ ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക. 1 2 2. 0.0122. സോ ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. ഒന്നുമില്ല, മേലെ എന്ത് ചെയ്തു? എക്സ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടും നമുക്ക്. അവിടെ നമ്മൾ എന്ത് ചെയ്തു? ഈ പോയിന്റ് ദശാംശങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? നമ്മൾ ഒരു 10 ആയിട്ട് മേലെ മൾട്ടിപ്ലൈ ചെയ്തു, 10 ആയിട്ട് താഴെ മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ ഈ ദശാംശം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? 1000 ആയിട്ട് മേലെ മൾട്ടിപ്ലൈ ചെയ്തു, 1000 ആയിട്ട് താഴെ മൾട്ടിപ്ലൈ ചെയ്തു. 122 ക്യാൻസൽ ചെയ്തു. ഇവിടെ ഒരു 10 ഉണ്ട്, 122 × 10 ആണ്. അപ്പോൾ ആ 10 അവിടെ നിർത്തി. പിന്നുള്ളത് ഇവിടെ 122 ബൈ ഈ 1000 ഗുണിക്കണം 10, 10000 വരും. സോ ഇവിടെ 4 0 ഉണ്ട്, ഇവിടെ 3 സംഖ്യയുള്ളൂ. അപ്പോൾ ദശാംശം ഇടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു 0 കൂടെ ആഡ് ചെയ്ത് കൊടുത്തു, 0.0122. ഓക്കെ, സോ ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. അടുത്ത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 2.46 × 5.6 തുല്യമായത് ഏത്? 2.46 × 5.6 തുല്യമായത് ഏത്? അതാണ് നമുക്ക് കണക്കാക്കാനുള്ളത്. എന്തായാലും എന്തല്ല, 2046 × 0.56 അല്ല. ഓക്കെ, 2046 × 0.56 അല്ല, നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അതുപോലെ 246 × 0.560. അപ്പോൾ 2.46 × 5.6 ആണ് നമുക്ക് നോക്കാനുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ ഏത് സംഖ്യയായിട്ടാണോ ഗുണിക്കുന്നത് ആ സംഖ്യയായിട്ട് ഇവിടെ ഹരിച്ചാൽ മതി. ഇവിടെ നോക്കുക നിങ്ങൾ, 246 എന്ന് പറയുമ്പോൾ 2.46നെ 100 കൊണ്ടാണ് ഗുണിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? 100 കൊണ്ട് ഹരിക്കണം. അപ്പോൾ ഇതിങ്ങനെയാണ് വരിക. അല്ല, 2.46 × 246 × 0.056 ആണ് വരേണ്ടത്. ഓക്കെ, 0.056 ആണ് വരേണ്ടത്, അതല്ല വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്ത നോക്കുക. അടുത്ത ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ 0.246 × 56. അപ്പോൾ 2.46 × 5.6.
അപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് 0.246 ആവാൻ വേണ്ടിയിട്ട് ഇവിടെ 10 ആയിട്ട് എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, 10 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇവിടെ എന്തായിട്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അവിടെ അതായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ എന്തായിട്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അവിടെ അതായിട്ട് ഡിവൈഡ് ചെയ്യണം. എന്നാലേ ക്യാൻസൽ ചെയ്ത് പോയിട്ട് വാല്യൂവിൽ മാറ്റം വരാതിരിക്കുള്ളൂ. സോ ഇവിടെ എന്ത് കിട്ടി, 0.246 കിട്ടി. ഇൻറ്റു ഇവിടെ എത്ര കിട്ടും, 0.56, സോറി 0.56 അല്ല, എത്ര കിട്ടും, 56 കിട്ടും. 56 വാല്യൂവിൽ മാറ്റം വരുന്നില്ല. ഓപ്ഷൻ സി കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇവിടെ എന്താണോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അത് തന്നെ എന്ത് ചെയ്യുക, അവിടെയും ചെയ്യുക. എന്നാലും വാല്യൂവിൽ മാറ്റം വരാതിരിക്കുള്ളൂ. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ലാസ്റ്റ് 2.46 ഇൻറ്റു 56 ആണോ, അല്ല, കാരണം നമ്മളിപ്പോൾ കണ്ടു 0.246 ഇൻറ്റു 56 ആണ്. ഓക്കെ, സോ ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. അടുത്തത്, ചുവടെ കൊടുത്തവയിൽ ഗണിത പഠനത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത സോഫ്റ്റ്വെയർ ഏത്? ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ സി ആണ്, മാർബിൾ ഈസ് നോട്ട് എ മാത്തമാറ്റിക്സ് സോഫ്റ്റ്വെയർ. ഓക്കെ, ബാക്കിയെല്ലാം മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. കിഗ്, ജെ ഫ്രാക്ഷൻ ലാബ്, അതുപോലെ തന്നെ ജിയോജിബ്ര, ഇതെല്ലാം മാത്തമാറ്റിക്കൽ സോഫ്റ്റ്വെയർസ് ആണ്. മാർബിൾ ഈസ് നോട്ട് എ മാത്തമാറ്റിക്കൽ സോഫ്റ്റ്വെയർ. ഓക്കെ, അടുത്തത്, 3 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം 1510 ആണ്. ഇവയിൽ ഏറ്റവും വലിയ അഭാജ്യ സംഖ്യ ഏത്? ഏറ്റവും വലിയ അഭാജ്യ സംഖ്യ ഏത്? അപ്പോൾ 1510 എന്ത് ചെയ്യുക, നമുക്ക് അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതാൻ ആദ്യം ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയായിട്ട് ഗുണിക്കുക, ഡിവൈഡ് ചെയ്യുക. ഓക്കെ, എത്ര കിട്ടും, 1510/2 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 755 കിട്ടും. അതിനെ പിന്നെ എന്തായിട്ടും ഗുണിക്കാം, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 3 ആയിട്ട് പറ്റുമോ? ഇല്ല അല്ലേ, 3 ആയിട്ട് പറ്റില്ല. കാരണം 3 ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല, 75 ചെയ്യുമ്പോൾ കിട്ടില്ല. 5 ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ, 5 ആയിട്ട് ചെയ്യാം. 5 ആയിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് 75/5 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 15 ആണ്. 5 വരുന്നത്, സോറി, 15 ആണ്. 5 വരുന്നത് 1. സോ 151/151. സോ 2 ഇൻറ്റു 5 ഇൻറ്റു 151 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടെ 151 എന്താണ്, ഒരു അഭാജ്യ സംഖ്യ ആണെന്ന് പരിശോധിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷനിലേക്ക് ഒന്ന് വരാം. എന്തായാലും 5 അല്ല. കാരണം 151 പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ 5ന്റെ ഒരു ടേം എന്തായാലും അതിൽ വരില്ല. ഓക്കെ, സോ 5 അല്ല. ഇനി 755 അല്ല, കാരണം 755 ഒരു അഭാജ്യ സംഖ്യ അല്ല. ഓക്കെ, കാരണം 755 നമുക്ക് 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് 163ന്റെ ഒരു സംഖ്യ ഇതിൽ വരുന്നില്ല. ഇനി ഇതിൽ 163 ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ 3 അല്ല. അപ്പോൾ 151 ഒരു അഭാജ്യ സംഖ്യ ആണോ അല്ല എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റാണ്, 151 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. കാരണം ബാക്കി 3 എണ്ണം എന്തില്ല, ആൻസർ ആയിട്ട് വരില്ല. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ തുറന്ന ചോദ്യത്തിന് ഉദാഹരണം ഏതാണ്? 25 × 26 3/33 പ്ലസ് 3/33 പ്ലസ് 3/33 9x ആയാൽ എക്സിന്റെ വില എന്ത് എന്നുള്ളതാണ് ചോദ്യം. അടുത്തത്, 2x + 4 = 18 എന്ന സമവാക്യത്തിൽ എക്സിന്റെ വില എത്ര? 2x + 4 എന്ന സമവാക്യം ഉപയോഗപ്പെടുത്തുന്ന ഒരു പ്രായോഗിക പ്രശ്നം രൂപീകരിക്കുക. ഓക്കെ, ഒരു പ്രായോഗിക പ്രശ്നം രൂപീകരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു പ്രായോഗിക പ്രശ്നം രൂപീകരിക്കുക എന്നുള്ളതാണ്, അതായത് അത് നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്ക് ഏതും ചിന്ത ചെയ്യാം, സ്വീകരിക്കാം. ഓക്കെ, ഇതിനൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഉണ്ട്, അത് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. സോ ഇതാണെന്ത്, ഒരു തുറന്ന ചോദ്യത്തിന്റെ ഉദാഹരണം എന്നുള്ളത്. ഓക്കെ, പ്രൈമറി തലത്തിൽ ഗണിത ലാബുകളുടെ പ്രധാന ആവശ്യമായി പരിഗണിക്കാവുന്നത്. പ്രൈമറി തലത്തിൽ ഗണിത ലാബുകളുടെ പ്രധാന ആവശ്യം, ഗണിതശാസ്ത്രത്തിൽ കൂടുതൽ മാർക്ക് നേടുന്നതിന്. പ്രൈമറി തലത്തിൽ കുറേ മാർക്ക് നേടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. പരീക്ഷയുമായി ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുക, അതിൻ്റെ ആവശ്യമില്ല. കുട്ടികളുടെ പ്രശ്നപരിഹാരണ ശേഷി വിലയിരുത്തുന്നതിന്, അതുമല്ല. നേരെ അനുഭവത്തിലൂടെ പഠനം സാധ്യമാക്കുന്നതിന്. ഓപ്ഷൻസ് വായിച്ചാൽ തന്നെ നമുക്ക് വേഗം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്, നേരെ അനുഭവത്തിലൂടെ പഠനം സാധ്യമാക്കുന്നതിന് കുട്ടികൾക്ക് അവസരം ലഭിക്കുക. അത് കുറച്ചുകൂടെ, അതായത് ഗണിത ലാബുകൾ മനസ്സിലാക്കുമ്പോൾ, ഗണിത ലാബുകൾ എത്തുമ്പോൾ നേരെ അനുഭവത്തിലൂടെയാണ് ചെയ്യുന്നത് കുട്ടികൾ പഠനം സാധ്യമാക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് 35 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ വശങ്ങളുടെ അളവുകൾ എത്ര? ത്രികോണത്തിന്റെ ചുറ്റളവ് 35. ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒരു ത്രികോണത്തിന്റെ ഏറ്റവും പ്രത്യേകത എന്താ? ചെറിയ 2 വശങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ വലിയ വശത്തേക്കാൾ കൂടുതലായിരിക്കണം. ചെറിയ 2 വശങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ വലുതിനേക്കാൾ കൂടുതലായിരിക്കണം. 9, 15, 11. ചെറുത് ഏതാണ്? 11, 9, 20. ഇതാവാം. ഇത് 3 കൂടി കൂട്ടി എത്ര കിട്ടുക? 11, 9, 20. 20, 15, 35. ഓപ്ഷൻ എ കറക്റ്റ് ആണ്. അവിടെ തന്നെ ആൻസർ കിട്ടി. ഓക്കെ, ഇനി ബി നോക്കുക. ബി ചെറുത് 2, 9, 8, 17 ആണ്. 18നേക്കാൾ ചെറുതാണ്. അപ്പോൾ അങ്ങനെ ഒരു ത്രികോണമേ വരയ്ക്കാൻ പറ്റില്ല.
നിങ്ങൾ എന്താ പറയുക, ഒരു വര വരച്ചു, 18 സെൻറ്റിമീറ്ററിൽ വര വരച്ചു, എന്നിട്ട് 9 സെൻറ്റിമീറ്റർ മറ്റേ ഇത് കോമ്പസും എടുത്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ രണ്ട് ചാപങ്ങളും എന്ത് ചെയ്യില്ല, കൂട്ടിമുട്ടില്ല. ഓക്കെ, സോ ഇത് വരയ്ക്കാൻ പറ്റില്ല. സോ ദിസ് ഇസ് ഫാൾസ്. അടുത്തത് എന്താണ്, 10ഉം 6ഉം 16, മറ്റേത് വലുത് എന്താണ് 19ആണ്, അത് പറ്റില്ല. അടുത്തത് 20ഉം 10ഉം 5ഉം 10ഉം 15, വലുത് ഏതാണ് 20ആണ്, സോ ഇതും പറ്റില്ല. സിയും പറ്റില്ല, ഡിയും പറ്റില്ല. കറക്റ്റ് ഓപ്ഷൻ ഈസ് എ. ബാക്കിയെല്ലാം നമ്മൾ കൂട്ടി കഴിഞ്ഞാൽ 35 കിട്ടും അല്ലേ. 19ഉം 10ഉം 29ഉം 6ഉം 35, അതുപോലെ തന്നെ 5ഉം 20ഉം 25, 25ഉം 10ഉം 35. അങ്ങനെ കൂട്ടിയിട്ട് 35 കിട്ടിയിട്ട് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആ ത്രികോണം വരയ്ക്കാൻ സാധിച്ചോളണം എന്നില്ല. സോ അവിടെ ഈ ഒരു ഇതും കൂടെ നോക്കണം, ഈ ഒരു തത്വം കൂടെ നോക്കണം. എന്താണ്, വലിയ വശം അവിടെ വെക്കുക, ചെറിയ രണ്ട് വശങ്ങൾ തമ്മിൽ കൂട്ടി കിട്ടിയാൽ വലിയ വശത്തേക്കാൾ കൂടുതലാണ് കിട്ടുന്നതെങ്കിൽ, കൂടുതലായിരിക്കണം, ഈക്വൽ ആവാനും പാടില്ല, വലിയ വശത്തേക്കാൾ കൂടുതലാണ് കിട്ടുന്നതെങ്കിലാണ് നമുക്ക് അത്തരത്തിലൊരു ത്രികോണം വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. സോ ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. ആൻഡ് താഴെ കൊടുത്തവയിൽ ഗണിത പഠനവുമായി ബന്ധപ്പെട്ട പ്രശ്ന നിർദ്ധാരണ തന്ത്രങ്ങളിൽ പെടാത്തത് എന്താണ്? പ്രോബ്ലം സോൾവിങ് ഇതായിട്ടുള്ളത് പറ്റാത്തത് പിറകോട്ട് ചിന്തിക്കൽ, ഊഹിക്കലും പരിശോധനയും, ചെറിയ പ്രശ്നങ്ങൾ ചെയ്യൽ. ഇത് മൂന്നും പറ്റും. മനഃപ്പാടമാക്കൽ ഒരിക്കലും എന്താ പറ്റില്ല, പ്രശ്ന നിർദ്ധാരണവുമായിട്ട് പ്രോബ്ലം സോൾവിങ് ആയിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി പറയാൻ പറ്റില്ല. കാരണം പിന്നീട് ഒരു പ്രോബ്ലം വരുമ്പോൾ ഇതന്നെ ചോദിക്കണമെന്നില്ല. സോ മനഃപ്പാടമാക്കൽ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, താഴെ കൊടുത്തവയിൽ പൈതഗോറിയൻ സംഖ്യാത്രയങ്ങളിൽ പെടാത്തത് ഏതാണ്? പൈതഗോറിയൻ സംഖ്യാത്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, a² + b² = c² ആകുന്ന a b c, ഈ 3 വാല്യൂസ്. ഓക്കെ, നമുക്കറിയാം ഒരു മട്ടത്രികോണത്തിന്റെ 3 വശങ്ങളാകുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്. 3, 4, 5 ഇത് മനസ്സിലാക്കി വെക്കണം. ഏറ്റവും ചെറിയ പൈതഗോറിയൻ നമ്പേഴ്സാണ്, സംഖ്യാത്രയങ്ങളാണ് കേട്ടോ, പൈതഗോറിയൻ നമ്പേഴ്സാണ്. 8, 15, 17, അതായത് ഇത്ര ശ്രദ്ധിച്ചാൽ മതി. ചെറിയ രണ്ട് നമ്പേഴ്സിന്റെ സ്ക്വയർ എടുത്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വലുതിന്റെ സ്ക്വയർ കിട്ടണം. ഓക്കെ, ഇവിടെ നോക്കി, 8ന്റെ സ്ക്വയർ എത്രയാണ്, 64ആണ്, പ്ലസ് 15ന്റെ സ്ക്വയർ എത്രയാണ്, 225ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാ, 289. 289 എന്താണ്, 17ന്റെ സ്ക്വയർ ആണ്. സോ അതെന്താണ്, 8, 15, 17 എന്താണ്, പൈതഗോറിയൻ സംഖ്യാത്രയമാണ്. ഇനി അടുത്ത നോക്കുമ്പോൾ കറക്റ്റ് കിട്ടും. 11ന്റെ സ്ക്വയർ എത്രയാണ്, 121, പ്ലസ് 60ന്റെ സ്ക്വയർ കാണാൻ 6 സ്ക്വയർ ചെയ്യുക, 36, 0, 2 0 ഇട്ട് കൊടുക്കുക. എത്ര കിട്ടുക, 3600 + 121 എത്ര കിട്ടും, 3721. ഇത് 63ന്റെ സ്ക്വയർ ആണോ നോക്കണം. 63ന്റെ സ്ക്വയർ കാണേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് വരുന്നത് 3ആണ്. 3ന്റെ സ്ക്വയർ എത്ര, 9. അപ്പോൾ 63ന്റെ സ്ക്വയറിന്റെ ലാസ്റ്റ് വരേണ്ടത് എന്താണ്, 9ആണ് വരേണ്ടത്. ഇവിടെ വന്നത് എന്താണ്, 1ആണ്. സോ നോട്ട് ഈക്വൽ ടു 63 സ്ക്വയർ. നോട്ട് ഈക്വൽ ടു 63 സ്ക്വയർ. 63ന്റെ സ്ക്വയർ കാണുമ്പോൾ എന്താണ്, 63ലെ അവസാനത്തെ ഡിജിറ്റ് ഏതാണ്, 3ആണ്. അവസാനത്തെ സംഖ്യ 3ആണ്. 3ന്റെ സ്ക്വയർ എന്താണ്, 9ആണ്. അപ്പോൾ 63ന്റെ സ്ക്വയർ കാണുമ്പോൾ ഏറ്റവും അവസാനം വരേണ്ട സംഖ്യ 9ആണ്. പക്ഷെ നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് എന്താണ്, 1ആണ്. സോ അതെന്താ, ഒരിക്കലും എന്തിനോട് ഈക്വൽ ആവില്ല, 63ന്റെ സ്ക്വയറിനോട് ഈക്വൽ ആവില്ല. ഓക്കെ, സോ ഓപ്ഷൻ സി ഈസ് കറക്റ്റ് ആൻസർ. അതായത് പെടാത്തത് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ സി ഈസ് നോട്ട് എ പൈതഗോറിയൻ നമ്പേഴ്സ്. ഓക്കെ, പൈതഗോറിയൻ നമ്പേഴ്സിൽ പെടുന്നതല്ലത്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ലാസ്റ്റ് ചോദിച്ചിട്ടുള്ള കാറ്റഗറി 2 ചോദിച്ചിട്ടുള്ള മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്തിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം. അതിനുള്ള ട്രിക്കുകൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നന്നായിട്ട് ചെയ്യുക, പഠിക്കുക. താങ്ക് യു.